ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിയുടെ ക്രിസ്തു ഭാഗം 51. കഴിഞ്ഞ 50 പഠന പരമ്പരകളിലായി സത്യവേദ പുസ്തകം, പിതാവാം ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം അഥവാ തൃത്വം എന്നിവ പഠനവിധേയമാക്കി. തുടർന്ന് ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയിൽ അവ എങ്ങനെയാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നോക്കാം. ആദ്യമായി ദൈവം തൻ്റെ ഭവനം തന്നെയാണ് നിർമ്മിക്കുന്നത്. സ്വർഗീയ ഭവനം എന്ന് പറഞ്ഞാൽ അതിവിപുലവും അനന്തവുമായ ഒരു സാമ്രാജ്യം തന്നെയാണത്. ഇതിന് സ്വർഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. എബ്രായർ പല സ്വർഗങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആവർത്തന പുസ്തകം 10:14 അതിനടിസ്ഥാനമായി കാണുന്ന വാക്യം. ഇതിലേറ്റവും ഉന്നത സ്ഥാനമായി കാണുന്ന സ്വർഗാദി സ്വർഗം അതിവിസ്തൃതമായ ഒരു രാജകൊട്ടാരം പോലെയാണെന്നും അതിൽ ദൈവം രാജാതിരാജാവായി സിംഹാസനാരൂഢനായിരിക്കുന്നുവെന്നുമാണ് തിരുവചന സങ്കീർത്തന വാക്യങ്ങളിലൂടെ കാണിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ദൈവം സർവവും കാണുന്നുവെന്നും വിശ്വസിച്ചു വരുന്നു. സ്വർഗങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ സിംഹാസനവും ദൈവസ്ഥാനവും ഉളവാക്കിയിരുന്നുവെന്ന് നെഹമ്യാവ് 6:9 നോക്കി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്: നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഉണ്ടാക്കി. ഇതിൽ നിന്നും സ്വർഗാദി സ്വർഗങ്ങളെ ദൈവം നിർമ്മിക്കുന്നതിനും മുമ്പേ ദൈവം സ്ഥിതി ചെയ്തിരുന്നതിനാൽ ഇവ സൃഷ്ടിക്ക് മുമ്പും ദൈവം സ്ഥിതി ചെയ്തിരുന്ന സ്വർഗമാണ് പുരാതന സ്വർഗാദി സ്വർഗങ്ങൾ അഥവാ അനാദി സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗം, സ്വർഗങ്ങൾ, സ്വർഗാദി സ്വർഗം, അനാദി സ്വർഗം, പുരാതന സ്വർഗം, നവീന സ്വർഗം എന്നിങ്ങനെ അനേക സ്വർഗങ്ങളെ തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനും പഠനവിധേയമാക്കുവാനും കഴിയും. ദൈവസിംഹാസനത്തിൻ്റെ ഉന്നത അവസ്ഥയും വിശുദ്ധിയും അനശ്വരതയും സങ്കീർത്തനം 11:4 കാണുന്നത് ഇങ്ങനെയാണ്: യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ യെശയ്യാവ് 63:15 കൂടി കാണുക. യഹൂദ പണ്ഡിതന്മാർ സ്വർഗം 7 ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, പൗലോസ് 2 കൊരിന്ത്യർ 12 മൂന്നാം സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. യഹൂദന്മാർ യേശുവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് ഇതിനെക്കുറിച്ച് പൂർണ്ണമായി പറഞ്ഞു കാണുന്നില്ല. മർക്കോസ് 12:25. ആയതിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവഹിതത്തെ നമ്മൾ നിറവേറ്റേണ്ടതിന് പ്രയത്നിക്കുന്നതാണ് പ്രധാന കർത്തവ്യമെന്നും പരലോകത്തെക്കുറിച്ച് അത്രത്തോളം ആലോചിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് കർത്താവ് നമ്മോടും അറിയിക്കുന്നത്. നമുക്ക് തിരുവചനപ്രകാരം തന്നിട്ടുള്ളവയെക്കുറിച്ച് നോക്കുമ്പോൾ സ്വർഗം പലതാണെന്നും അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വൻ മാളിക പോലെയാണെന്നും ഇതിനെ താങ്ങുന്നതിനായി അടിസ്ഥാനങ്ങൾ അഥവാ തൂണുകളുണ്ടെന്നും വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. 2 ശമൂവേൽ 22:8 വാക്യവും യോബിൻ്റെ പുസ്തകം 26:11 സദൃശവാക്യം 8:27 കൂടി നോക്കിക്കാണുക. ഈ വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പവും മഹിമയും സർവാധികാരവും കാണാൻ കഴിയുന്നു. മാത്രമല്ല സങ്കീർത്തനം 103:19 യെശയ്യാവ് 14:13 കൂടി നോക്കൂ: യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. ഇങ്ങനെ ഈ വാക്യങ്ങളിലൂടെ സ്വർഗത്തിൽ സ്ഥാപിതമായ ദൈവത്തിൻ്റെ ശാശ്വതമായ സിംഹാസനത്തെക്കുറിച്ച് പ്രസ്താവിച്ച് കാണുന്നു. അഖിലാണ്ടത്തിലെ സകല ചരാചരങ്ങളെയും ഭരിക്കുന്ന ദൈവത്തിൻ്റെ രാജത്വം നിത്യതയോളം നിൽക്കുന്നു. യഹൂദ പാരമ്പര്യ വിശ്വാസപ്രകാരം സ്വർഗത്തിലായിരിക്കുന്ന ദൈവം തൻ്റെ സവിശേഷമായ പ്രവൃത്തിയിൽ ആദ്യത്തേത് തൻ്റെ സിംഹാസനം ഉറപ്പിക്കുന്നത് തന്നെയായിരുന്നു. അതെ, അത്യുന്നത സ്വർഗം തന്നെയാണത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ദൈവം തൻ്റെ പ്രവൃത്തി എല്ലായിടത്തും ചെയ്യുന്നത്. ഇവിടെ ആയിരുന്നു കൊണ്ട് ദൈവം ലോകമെല്ലാം ഭരിക്കുന്നു. പിൽക്കാലത്തെ യഹൂദന്മാർ അത് അസംഖ്യം ചിന്മയ രൂപികളും ദൂതന്മാരും വിശുദ്ധന്മാരുമുള്ള സ്ഥലമാണെന്ന് വിശ്വസിച്ചു തുടങ്ങി.
തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.